ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജയകൃഷ്ണൻ. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും എന്നെ കാണുന്നത്. വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഈ സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. കുറച്ചു പേർക്കെങ്കിലും എന്നെ പരിചയം കാണും. നമ്മൾ നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ ചെറിയ ശബ്ദ സന്ദേശങ്ങളിലൂടെയെങ്കിലും നമ്മൾ പരിചയപ്പെടുന്നുണ്ടാവും. എന്നാൽ പോലും ആദ്യമായിട്ടാണ് നമ്മൾ മുഖാമുഖം കാണുന്നത്. ഓക്കെ, എനിക്കറിയാം എല്ലാവരും SSLC പരീക്ഷയൊക്കെ കഴിഞ്ഞ് നല്ല മാർക്കോട് കൂടി +1 എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് വളരെ മഹത്തരമായിട്ടുള്ള നല്ലൊരു വലിയൊരു സെഷനാണെന്ന് +1 +2 എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ സയൻസ് എടുത്തു വന്ന കുട്ടികളായതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം കടമ്പകളുണ്ട്, പഠിക്കാനുണ്ട്, വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ പലരും വളരെ ടെൻഷനോടുകൂടി തന്നെ ആയിരിക്കും ഇതിനെ കാണുന്നത്. ഞാൻ ആദ്യമേ പറയട്ടെ, ഒരു ടെൻഷൻ പഠിക്കുന്ന പലരും പറഞ്ഞു പഠിച്ച് കേട്ടിട്ടുണ്ടാവും സയൻസ് ആണ് ഏറ്റവും പാട് എന്ന്. അങ്ങനെയൊന്നുമില്ല. ഏത് സ്ട്രീമിനാണെങ്കിലും നല്ല രീതിയിൽ പഠിച്ചാൽ, നല്ല രീതിയിൽ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ എല്ലാം എളുപ്പമാണ് കേട്ടോ മക്കളെ. അത് ആദ്യമേ പറയട്ടെ. ഓക്കെ, ഇനി എന്തിനാണ് ഇന്ന് വന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. പേടിക്കേണ്ട, ക്ലാസ് ഒന്നും എടുക്കാൻ വേണ്ടി വന്നതല്ല. ആദ്യമേ തന്നെ പറയട്ടെ, ആദ്യമേ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാനൊന്നും അല്ല ഞാൻ ശ്രമിക്കുന്നത്. ജസ്റ്റ് കാര്യം പറയാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, ഓൾറെഡി ഞാൻ എന്നെ പരിചയപ്പെടുത്തി. ഇനി എന്താണ് ശരിക്കും എന്റെ റോള്? ഞാനൊരു സയൻസ് ഫാക്കൽറ്റിയാണ്. ഓഫ്ലൈൻ സെന്ററുകളിലൊക്കെ ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്തു വരുന്നതാണ്. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഓൺലൈൻ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് പരിമിതികളൊക്കെ നിങ്ങൾക്ക് കാണാൻ ചിലപ്പോൾ സാധിക്കും. ഓക്കെ, പരമാവധി നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ക്ലാസ് പരമാവധി അവോയ്ഡ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ക്ലാസ് ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ക്ലാസിന്റെ ഫ്രണ്ടിൽ ഇരിക്കാവുള്ളൂ. നിങ്ങൾ ആ ക്ലാസ് കണ്ട് നിങ്ങളുടെ ആ സമയം യൂസ് ചെയ്യാവുള്ളൂ. അല്ലാതെ ഒരു നിർബന്ധത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു ഇതിന്റെ പുറത്തോ നിങ്ങൾ എന്റെ മുന്നിലോ അല്ലെങ്കിൽ എന്റെ ക്ലാസ്സിലോ നിങ്ങൾ കണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ ആത്മാർത്ഥതയോടെ നിങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഓരോ കുട്ടികളും വിജയം ഉറപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ്. അതുകൊണ്ട് ചുമ്മാ സമയം കളയരുത്, അതെനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, അപ്പോ എന്തിനാണെന്ന് വന്നിരിക്കുന്നതെന്ന് പറയാം. ഇനി അധികം വലിച്ചു നീട്ടുന്നില്ല. കാരണം നമ്മുടെ ഈ സെക്ഷൻ ഓരോ സെക്ഷനും കണ്ടക്ട് ചെയ്യുന്നത് പഠിക്കാൻ വേണ്ടി മാത്രമാണ്. സയൻസ് ഫാക്കൽറ്റി ആയതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ്. ഓക്കെ, എനിക്കറിയാം +1 +2 നമുക്ക് വളരെയേറെ കുറെ പഠിക്കേണ്ട ഒരു പോർഷൻ ഉള്ളത് തന്നെയാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ സ്കൂളൊക്കെ തുറന്നു, എല്ലാ സ്കൂളുകളിലും തന്നെ ഫസ്റ്റ് ചാപ്റ്റർ എടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ കുറച്ചു പേർക്കൊക്കെ അത്യാവശ്യം ഈസി ആയിരിക്കും, കുറച്ചു പേർക്ക് കുറച്ച് ടഫ് ആയിരിക്കും. കാരണം SSLCയിലൊക്കെ പഠിക്കുന്ന സമയത്ത് കെമിസ്ട്രി എളുപ്പമായവരുണ്ടാവാം, ടഫായവരുണ്ടാവാം. പക്ഷെ നമുക്കിനി അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാവരും ഒന്നാണ്. അങ്ങനെ വീക്കെന്നോ ആവറേജ് എന്നോ വളരെ വലിയ കുട്ടികളോ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും സെയിം ആണ്. ഒന്നേന്ന് വെച്ച് വളരെ ഫ്രഷ് ആയിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പൊ അതിനു വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒന്ന് വന്നത്. ഓക്കെ, കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അതിലേക്കൊന്ന് കടക്കാം. ഓക്കെ, ആദ്യം തന്നെ പറയുന്നു, ഇഷ്ടപ്പെട്ട് പഠിക്കുക. വേറൊന്നും ചെയ്യേണ്ട, ഇഷ്ടപ്പെട്ട് പഠിക്കുക. കാരണം ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചെന്ന ആളാണ്. എനിക്ക് ഈ സബ്ജക്റ്റ് വളരെ വെറുത്തിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചെന്ന ആളാണ്. പേര് ഞാൻ ഇഷ്ടപ്പെടേണ്ടി വന്നു, ഇഷ്ടപ്പെടേണ്ടി വന്നു. അങ്ങനെ ചെയ്യരുത്, ഇഷ്ടപ്പെട്ട് പഠിക്കുക. അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. സംശയമില്ലാന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പഠിക്കേണ്ട രീതിയിൽ പഠിക്കണം. കാരണം +1 +2 എന്ന് പറയുന്നത് NCERT സിലബസ് ആണ്. അതായത് ഇന്ത്യ മൊത്തം ഫോളോ ചെയ്യുന്ന സിലബസ് ആണ്. അപ്പോ നമുക്ക് രണ്ട് രീതിയിലാണ് അതിനെ കാണേണ്ടത്. ഒന്ന് ബോർഡ് എക്സാമിനെ കേന്ദ്രീകരിച്ച് പഠിക്കുന്നതും, ഒന്ന് എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് മറ്റും പഠിക്കുന്നത്. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ്? ബോർഡ് എക്സാമിന് വേണ്ടിയാണ്. അപ്പോ മുഴുവനല്ല പഠിക്കേണ്ടത്, കുറെ വാരി വലിച്ചല്ല പഠിക്കേണ്ടത്. നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായും കൃത്യമായിട്ടും പഠിക്കണം. ഓക്കെ, അതിനെ ഞാൻ വിളിക്കുന്നതാണ് കോൺസെപ്റ്റ് ഓറിയന്റഡ് പഠനം. കോൺസെപ്റ്റ് ഓറിയന്റഡ് പഠനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ ബന്ധപ്പെടുത്തി പഠിക്കുന്നത്. അങ്ങനെ പഠിക്കുന്ന ഒരു സാധനങ്ങൾ ഒരിക്കലും നമ്മുടെ ജന്മത്ത് ഒരിക്കലും മറന്നുപോകില്ല എന്ന് ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പ് പറയാം. സംശയമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്കൊന്ന് ഈ ഒരു വർഷം ഓൺലൈൻ നമുക്കൊന്ന് പരിചയപ്പെടുത്താം നിങ്ങൾ. കാരണം എല്ലാം ഒന്ന് പരിചയപ്പെടുത്തണം. ഓക്കെ, ഇനി പഠിക്കാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ, ട്രിക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കുട്ടികൾ +1 കയറുന്നു. ഞാൻ തുറന്നു പറയും, കെമിസ്ട്രി എന്ന് പറയുന്നത് ആ കെമിസ്ട്രിയുടെ സബ്ജക്റ്റിന്റെ പേര് മലയാളത്തിൽ നിന്ന് ആലോചിച്ചാൽ മതി, രസമുണ്ടോന്നാണ്. രസിച്ച് പഠിക്കേണ്ട സബ്ജക്റ്റ് ആണ്. കുറെ ടിപ്പും ട്രിക്കുകളും ഉണ്ട് ഈ സബ്ജക്റ്റിന്. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഓർത്തിരിക്കാൻ പറ്റും. അതൊന്ന്. പിന്നെ ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പഠനം. അതായത്
നിങ്ങളുടെ നിത്യജീവിതത്തിലുള്ള നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ വച്ച് പഠിക്കണം. ഓക്കെ, സോ അതും എങ്ങനെയാണെന്ന് ചെറിയൊരു സെഷൻ ഞാൻ കാണിച്ചു തരാം ഇതിന് ശേഷമുള്ള ഒരു വീഡിയോ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പതുക്കെ ഈ ഒരു സിലബസിലേക്ക് +1 കെമിസ്ട്രിയുടെ സിലബസിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം. ഓക്കെ, നമുക്ക് 9 ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് +1 പഠിക്കാനുണ്ട്. വൃത്തിയായിട്ട് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. പരമാവധി എല്ലാവരും കാണാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ പേരുകൾ എടുത്തു പറയാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര് സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി ആണ്. എല്ലാ സ്കൂളുകളിലും തുടങ്ങിയിട്ടുണ്ടാവും. വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾ 10ലൊക്കെ പഠിച്ച അല്ലെങ്കിൽ 9ലൊക്കെ പഠിച്ച തുടർച്ചയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വളരെ എളുപ്പമാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ പുതിയതായിട്ട് പഠിക്കുന്നുള്ളൂ. ഒരു കുഴപ്പമില്ല, ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ആക്കാം. രണ്ടാമത്തെ എന്താണ്? സ്ട്രക്ചർ ഓഫ് ആറ്റം. നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതിന്റെ ഡീറ്റെയിൽഡ് കണ്ടിന്യൂഷൻ ആണ് 11ാം ക്ലാസ്സിൽ വരുന്ന +1 വരും. ഒരു കുഴപ്പമില്ല, നമുക്ക് ടിപ്സിന്റെ ട്രിക്കിന്റെ കഥകളിലൂടെ പഠിക്കാം. ഓക്കെ, അടുത്തത് 3ാമത്തെ ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ഓഫ് പീരിയോഡിക് ടേബിൾ ആണ്. നിങ്ങൾ എന്താണ് 9ലും പഠിച്ച 10ലും പഠിച്ച പീരിയോഡിക് ടേബിളിന്റെ ബാക്കിയാണ്, അതിന് വിശദമായി പഠിക്കുന്നതാണ്. ഇനി 4ാമത് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു വിശദമായി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുന്ന ഒരു പുതിയ ടൈപ്പാണ്. അത് ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. കാരണം പാടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കാണാത്തത് കണ്ടില്ല എന്ന് തന്നെ പറയണം. അല്ലെങ്കിൽ നിങ്ങളെ എന്താണ് ഒരു സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇല്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. കാരണം പാടുള്ളത് അങ്ങനെ തന്നെ പറയണം. അപ്പൊ പഠിക്കേണ്ടത് ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ 5 മാർക്ക് തെർമോഡൈനാമിക്സും ഇക്വിലിബ്രിയം. അതെന്ന് പറയുന്നത് നമ്മുടെ കെമിക്കൽ റിയാക്ഷനിൽ ബന്ധപ്പെടുന്ന ടെമ്പറേച്ചർ, പിന്നെ പ്രഷർ തുടങ്ങി പല പല ഫാക്ടേഴ്സിനെ പറ്റി പഠിക്കുന്ന ചാപ്റ്റർ ശാഖ. പിന്നെ അവിടുത്തെ കെമിക്കൽ റിയാക്ഷനും മറ്റും ചേഞ്ചസ് ആണ്. അതിലെ ഒരു ചെറിയ പോർഷനൊക്കെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മളെ ലേഷ്യാലിയസ് പ്രിൻസിപ്പിൾ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ്. ഒരു കുഴപ്പമില്ല, നമുക്ക് പഠിച്ചെടുക്കാം. അടുത്തത് 7ാമത്തെ എന്ന് പറയുന്നത് റിഡോക്സ് റിയാക്ഷൻ ആണ്. റിഡോക്സ് റിയാക്ഷൻ അറിയണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. നിങ്ങൾ 8ലും 9ലും പഠിച്ച ഓക്സിഡേഷൻ റിഡക്ഷൻ ഒക്കെ എന്താണ്, ഓക്സീകരണം നിരോക്സീകരണം അല്ലാതെ എന്ന് അറിഞ്ഞു കഴിയാം. പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ ഇക്വേഷൻ ബാലൻസിങ് ആണ്. ഒരു ഇക്വേഷൻ നമുക്കറിയാം, ഒരു വാട്ടറിന്റെ ഇക്വേഷൻ H2 + O2 H2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ എടുക്കുവാണെങ്കിൽ ആ ഇക്വേഷൻ എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നൊക്കെ നമ്മൾ പഠിക്കുവാണ്. മനസ്സിലായോ? അപ്പൊ ആ ചാപ്റ്ററാണ് റിഡോക്സ് റിയാക്ഷൻ. പിന്നെ 8ഉം 9ഉം ചാപ്റ്റേഴ്സ് ഉണ്ട്. രണ്ടും രണ്ടായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒറ്റയായിട്ടാണ്. അത് ഓർഗാനിക് കെമിസ്ട്രി ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഓർഗാനിക് കെമിസ്ട്രി പലരും പറയാറുണ്ട് എന്താണ്, വളരെ പാടാണ്. പക്ഷെ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ പിന്നെ നിങ്ങൾ കണക്കിനേക്കാളും അല്ലെങ്കിൽ വേറെ ഏത് വിഷയത്തിനേക്കാളും ഇഷ്ടപ്പെട്ട് പഠിക്കുന്നവനായിരിക്കും ഓർഗാനിക് കെമിസ്ട്രി. ഓക്കെ, കാരണം ഈ ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾ വെറുക്കരുത്. കാരണം ഓർഗാനിക് കെമിസ്ട്രിനെ വെറുത്താൽ നമുക്ക് +2 വരുമ്പോൾ 6 ചാപ്റ്ററുകൾ ഓർഗാനിക് കെമിസ്ട്രിയാണ്. അതുകൊണ്ട് വെറുക്കാതെ പഠിക്കണം. ഓക്കെ, നമുക്ക് ടിപ്പിന്റെ ട്രിക്കിന്റെ എല്ലാം ഉണ്ട്, എല്ലാം ഒളിഞ്ഞിരിക്കേണ്ട അതിന്. ഓക്കെ, ഇനി ഇതിൽ ചിലത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. 2, 4, 8, 9. കാരണം അത്യാവശ്യം വെയിറ്റേജ് കൂടിയ, അതായത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്ന മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് ആണത്. ഓക്കെ, അത് നമുക്ക് ആ സമയത്തൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ +1 കെമിസ്ട്രിയിലുള്ള ചാപ്റ്റേഴ്സ്. ഒരിക്കലും ഒരു ചാപ്റ്റർ ആദ്യമേ എടുത്തു തുടങ്ങരുത്. എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു ബേസിക് ഐഡിയ ആണ് ഞാനിപ്പോ പറഞ്ഞു തന്നത്. ഓക്കെ, ചാടിക്കേറി ചെയ്യരുത് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം ഇതാണ്, ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ അതിന് കൃത്യമായ ഒരു ലക്ഷ്യബോധം ഉണ്ടാവും. അതിനനുസരിച്ച് വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ മുഴുവൻ മാർക്ക് നമുക്ക് കിട്ടും. നിങ്ങൾ ടേം എക്സാമിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കുള്ളത് 60 മാർക്കാണ്. 60 മാർക്ക്. ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ ഒരിക്കലും പഠിക്കുന്നത് ഗ്രേഡിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ A+ന് വേണ്ടിയല്ല. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് കണ്ട് നിങ്ങൾ പഠിക്കുന്ന ഓരോരുത്തരും നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് മുഴുവൻ മാർക്ക് വാങ്ങണം, 60ൽ 60 വാങ്ങണം എന്നുള്ള കോൺഫിഡൻസ് ആണ്. ഓക്കെ, മെയിൻ എക്സാം കഴിയുമ്പോൾ നമുക്ക് 200 സബ്ജക്ട്, ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്കുള്ളത് 200 മാർക്കാണ്. ഓക്കെ, ആ 200 ഞാൻ വാങ്ങും, അല്ലെങ്കിൽ അതിന് മുകളിൽ ചോയ്സ് ഉൾപ്പെടെയൊക്കെ ആണെങ്കിൽ അതിന് മുകളിൽ ഞാൻ വാങ്ങുമെന്ന് ഉറച്ചിട്ട് വേണം നമ്മുടെ ക്ലാസ്സിലിരിക്കാൻ. അല്ലാതെ ജസ്റ്റ് പാസ് അങ്ങനെ ഒന്നുമില്ല. നമുക്ക് മുഴുവൻ മാർക്ക്. അങ്ങനെയുള്ള കുട്ടികളാണ് നമ്മുടെ ക്ലാസ്സിലാണ്, നമ്മുടെ ബാച്ചിലെ എല്ലാ കുട്ടികൾക്കും മുഴുവൻ മാർക്ക്. ഓക്കെ, മനസ്സിലല്ലോ. അപ്പോ ഇനി ഇത് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു. ഇനി ഇത് കൂടാതെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി ചിലപ്പോൾ സ്കൂളിലൊക്കെ ഇത് പറഞ്ഞു തരുന്നോന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു, കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പഠനം. അത് നിർബന്ധമാണ്. കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ചുറ്റുംപുറമുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കണം, നിർബന്ധമാണ്. കാണാതെ പഠിക്കരുത്. പഠിച്ചാൽ പോയി, ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പോയി. അടുത്തത് PYQ. എന്താണ് PYQ? വേറെ ഒന്നുമില്ലടാ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് മുൻവർഷ ചോദ്യങ്ങളാണ്.
നമുക്ക് വേണ്ടത് 2015 മുതൽ 2026 വരെയുള്ളതാണ്. ഏകദേശം 11 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതൊക്കെ കണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ കേട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. വളരെ എളുപ്പമാണ്. ഇത്രയും വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും 40 വർഷത്തെ ക്വസ്റ്റ്യൻ, അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലേ? അതൊന്നും വിഷയമുള്ള കേസല്ല. അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ബാങ്കുകളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ, എല്ലാം വളരെ എളുപ്പമാണ്. ഒരു ചാപ്റ്റർ 2 ചാപ്റ്റർ ഒക്കെ ഒരു മെത്തേഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, പഠിക്കേണ്ട രീതിയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇനി അടുത്തത് HLQ. അതെന്ന് വേറെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മളൊരു ചാപ്റ്റർ കഴിഞ്ഞ് സിലബസ് തീർത്ത് കോൺസെപ്റ്റ് ആയിട്ട് പഠിപ്പിച്ച് PYQ ഡിസ്കസ് ചെയ്തിട്ട് ലാസ്റ്റ് ഈ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യിക്കുന്നു. ചെയ്യിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഈ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കാരണം അത്രയും ലെവല് കൂടിയ ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിക്കുമ്പോൾ പിന്നീട് എവിടെ നിന്ന് ചോദ്യം ആരിട്ടാലും ഒരു കുഴപ്പമില്ല. നമുക്കിത് ഇത് ഉറപ്പാണ്, 200 ഉറപ്പാണ്. അതാണ് പറയുന്നത്. ഒരു കുഴപ്പവുമില്ല. കോൺസെപ്റ്റ് നിർബന്ധം, PYQ നിർബന്ധം, HLQ നിർബന്ധം. എങ്കിൽ നമുക്ക് ഈ മാർക്കും ഉറപ്പ്, സംശയമില്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് എനിക്ക് കെമിസ്ട്രിയെ പറ്റി നിങ്ങളോട് പറയാനുള്ളത്. കെമിസ്ട്രിക്ക് മുഴുവൻ മാർക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഈ ഒരു സബ്ജക്റ്റിനെ വെറുത്ത് പോയതാണെങ്കിൽ ഞാൻ തുറന്നു പറയുന്നു, ഒന്നും പേടിക്കണ്ട. വെറുതെ രസതന്ത്രമാണ്. രസിച്ച് പഠിക്കണം. ടിപ്പ് ഉണ്ട്, ട്രിക്ക് ഉണ്ട്. ഞാൻ അത് മാത്രമാണ് എപ്പോഴും പറയുന്നത്. കാരണം എന്താണ്, അത് വച്ചിട്ടാണ് കുട്ടികളെ ഓഫ്ലൈൻ സെന്ററുകളിൽ ഞാൻ പഠിപ്പിക്കുന്നത്. ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ഇത്രയും നാളത്തെ ഞാൻ പറയുന്നതാണ്. ഒരിക്കലും അറിയാത്ത കാര്യങ്ങൾ ഒരിക്കലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞു തരില്ല. അറിയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഫസ്റ്റ് പോയിന്റ് അതാണ്. കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടേ പഠിക്കുകയുള്ളൂ. അല്ലാത്ത ഒരു പരിപാടിക്ക് നിൽക്കില്ല. അതിന് വ്യക്തമായിട്ടുള്ള നോട്ട് കൃത്യമായിട്ട് തന്നിരിക്കും. ഓക്കെ, സംശയമില്ലാതെ വിചാരിക്കും. അപ്പൊ ഇത്രയും വച്ചിട്ടാണ് നമ്മൾ +1 കെമിസ്ട്രി ഡിഗ്രി ചെയ്യുന്നത് എന്ന് എന്റെ മക്കൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എന്റെ മക്കൾക്ക് എല്ലാവർക്കും വളരെയേറെ നന്ദിയുണ്ട്. ഇനി ഞാൻ പറയുന്നത് കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് എങ്ങനെ പഠിക്കാം, ടിപ്പും ട്രിക്കും വെച്ചിട്ട് എങ്ങനെയാണ് എന്നുള്ള ചെറിയൊരു വീഡിയോ കൂടി ഇതിന് പുറകെ വരും. അതൊന്ന് കാണണേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് പഠിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. ഞാൻ അത് എടുക്കുന്നത് നിങ്ങളുടെ ഇതിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്നായിരിക്കും. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതും ഈ വർഷവും ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെയായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഓരോ ടെൻഷനും വേണ്ട. നമ്മൾ സിമ്പിൾ ആയിട്ട് കെമിസ്ട്രി, +1 കെമിസ്ട്രി ഈ മുഴുവൻ മാർക്കും വാങ്ങിച്ചെടുക്കുമെന്നുള്ള കോൺഫിഡൻസ് ഉള്ള കുട്ടികളാണെങ്കിൽ ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങളെ താഴെ അത് കമന്റ് ചെയ്യണേ. ഞാൻ 200 വാങ്ങുമെന്നുള്ള കമന്റ് കാണണേ. ഓക്കെ, ബൈ.